ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടെക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. അതായത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് കിട്ടാതെ വന്നാൽ, അതായത് ബ്രേക്ക് പെഡൽ ചവിട്ടി ബട്ട് വേറെ ഒരു റെസ്പോൺസും ഇല്ല, അതായത് ബ്രേക്ക് ആകാൻ ഒരു റെസ്പോൺസും ഇല്ല, നമ്മുടെ വാഹനത്തിൻ്റെ പെഡൽ ജസ്റ്റ് ഹാർഡായി നിൽക്കുന്നേ ഉള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വാഹനം എങ്ങനെ നിർത്താം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ ഇട്ടേക്കാം. അത് മാനുവൽ വാഹനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. എനിക്കൊന്നൊരു 10-15 പേര് ചോദിച്ചിരിക്കുന്ന സ്ഥിരം ഡൗട്ടാണ്, ഓട്ടോമാറ്റിക് വാഹനമാണെങ്കിൽ എങ്ങനെ നിർത്തും. കാരണം മാനുവൽ വാഹനമാണെങ്കിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ ബ്രേക്ക് പോയാൽ, അതായത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രേക്ക് പെഡൽ ചവിട്ടി ബ്രേക്ക് പെഡൽ താന്നു പോകുന്നില്ല, ഹാർഡായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ വാഹനം നിർത്താൻ സാധിക്കും? ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഒരു മാനുവൽ വാഹനമാണ്. പക്ഷേ എന്നാലും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. മാനുവൽ വാഹനം യൂസ് ചെയ്യാത്ത ഓട്ടോമാറ്റിക് വാഹനം യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു നോർമൽ ഓട്ടോമാറ്റിക് വാഹനം, ഓട്ടോമേറ്റഡ് വാഹനമല്ല ഞാൻ പറയുന്നത്, ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓട്ടോമാറ്റിക് വാഹനമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിൽ മെയിനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രൈവ് മോഡ്, അതായത് ഡി എന്ന് പറയുന്നൊരു മോഡുണ്ട്. നമ്മൾ ശരിക്കും പാർക്ക് മോഡിലായിരിക്കും ഈ വാഹനം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. പാർക്കിൽ നിന്ന് മാറ്റി അത് നേരെ റിവേഴ്സ് വന്നു, അത് കഴിഞ്ഞിട്ട് ഡ്രൈവ് മോഡിലോട്ട് ഇട്ടു. ഡ്രൈവ് മോഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ വാഹനം നമുക്ക് ഫ്രണ്ടിലോട്ട് ഓടിക്കാൻ സാധിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഓരോ ഗിയേഴ്സ് അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്ത് വരുന്നതായിരിക്കും. ഇതിനകത്ത് പലരും ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം, ബ്രേക്ക് അപ്ലൈ ചെയ്തിരുന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ സ്പീഡ് കുറയ്ക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വാഹനം എങ്ങനെ ബ്രേക്ക് ഇല്ലാതെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരെ താഴോട്ട് ആ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴോട്ട് വരുന്ന സമയത്ത് 2 എന്ന് പറയുന്നൊരു മോഡുണ്ട്. 2 എന്ന് കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഗിയറാണ്, അതായത് രണ്ടാമത്തെ ഗിയറാണ്. മറ്റതിലും ഞാൻ പറയുന്ന പോലെ നേരെ നമ്മൾ സെക്കൻഡ് ഗിയറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ വാഹനം അതുപോലെ സ്പീഡ് കുറയും. ഇതിലും നമുക്ക് സെക്കൻഡ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കുറയും, ഉറപ്പായിട്ടും സ്പീഡ് കുറയും. അപ്പം ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നേരെ നമ്മൾ വാഹനം അത്യാവശ്യം സ്പീഡ് ഇപ്പോൾ കൊണ്ടിരിക്കുന്ന സമയത്ത് 2ലോട്ട് ഇട്ട് നോക്കുക. അപ്പം നമുക്കറിയാം സ്പീഡ് കുറയുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞ മോഡുണ്ട്. പക്ഷേ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. എമർജൻസി സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് മാത്രം, അതായത് ഈ പറയുന്ന പോലെ ഇപ്പോൾ ബ്രേക്ക് കിട്ടാതെ വരുന്ന സിറ്റുവേഷൻ, അതൊരു എമർജൻസി സിറ്റുവേഷനാണ്. അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നേരെ ഈ പറയുന്ന പോലെ 2ലോട്ട് ഇടുക. 2 നേരെ അത് മോഡിലോട്ട് ഇടുക. എന്ന് പറഞ്ഞാൽ തീരെ ലോ ആണ്, അതായത് ഒരു ഫസ്റ്റ് ഗിയർ ഇടുന്ന സെയിം ഫീലാണ് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ വാഹനം വളരെ സ്പീഡ് കുറഞ്ഞ് നമുക്ക് വാഹനത്തിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറയുന്ന പോലെ സ്പീഡ് അത്രയും കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സൈഡിലോട്ട് ഒതുക്കി വാഹനത്തിൻ്റെ കീ ഓഫ് ചെയ്താലും പ്രശ്നമില്ല. പക്ഷേ കീ ഓഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാഹനം അതുപോലെ സ്പീഡ് കുറഞ്ഞിരിക്കണം. സ്റ്റിയറിംഗ് ലോക്കായി പോകും. ലോക്കാകുമെന്നല്ല, സ്റ്റിയറിംഗ് ചില സമയത്ത് നമുക്ക് ഹാർഡായി പോകും, ചില സമയത്തല്ല സ്റ്റിയറിംഗ് ഹാർഡായി പോകും. കാരണം പവർ സ്റ്റിയറിംഗിൻ്റെ മോട്ടർ കട്ട് ഓഫ് ആവുകയാണ്. ഇതിനകത്ത് ചിലരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പുഷ് സ്റ്റാർട്ട് വരുന്ന വാഹനമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ശരിക്കും പറഞ്ഞാൽ പുഷ് സ്റ്റാർട്ട് വാഹനം നമുക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓഫ് ചെയ്യാൻ സാധിക്കും. ഞാനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആ വീഡിയോയുടെ ലിങ്കും കൂടെ, അല്ലെങ്കിൽ ആ വീഡിയോയും കൂടെ ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇട്ടേക്കാം. ജസ്റ്റ് കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊന്ന് കണ്ടു നോക്കുക. ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പുഷ് സ്റ്റാർട്ട് വരുന്നൊരു വാഹനം നമ്മൾ ഓഫ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ട് നോക്കുക. ഏതായാലും ഇങ്ങനെ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് വാഹനത്തിൽ ചെയ്യാൻ സാധിക്കും. സ്പീഡ് ശരിക്കും നല്ല രീതിക്ക് കുറയുന്നതായിരിക്കും. ഒരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഈ പറഞ്ഞൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ. ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു AMT അല്ലെങ്കിൽ ഒരു ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ വാഹനമാണെന്നുണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ചാൽ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കതൊരു മാനുവൽ മോഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഡി മോഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അതേ നേരെ ലെഫ്റ്റിലോട്ട് തട്ടുക. മാനുവൽ മോഡ് വരുന്നുണ്ട്, പ്ലസും മൈനസും വരുന്നുണ്ട്. മാനുവലിലോട്ട് ആക്കിയിട്ട് ഡൗൺ ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ 5th പോകുന്നതെങ്കിൽ 4th, 3rd, 2nd ഇത്രയും വരുമ്പോഴത്തേക്കും വാഹനം നന്നായിട്ട് സ്പീഡ് അങ്ങ് കുറയും. ഒന്നുകൂടെ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റും കൂടെ വീണ് കഴിഞ്ഞാൽ വാഹനം ഭയങ്കരമായിട്ട് അങ്ങ് സ്പീഡ് കുറയും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ സൈഡിലോട്ടൊന്ന് ഒതുക്കി നേരെ വാഹനത്തിൻ്റെ കീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആയിക്കോളും. പക്ഷേ കീ ഓഫ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാൻ പറയുന്നൊരു കാര്യം, സ്റ്റിയറിംഗ് വർക്ക് ചെയ്യത്തില്ല. അതിനനുസരിച്ച് നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത് ചെയ്യാൻ. ഒരു കാരണവശാലും അവിടെ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. പക്ഷേ സേഫ്റ്റി നമുക്ക് മുഖ്യമായതുകൊണ്ട് നമുക്കങ്ങനെ ഓഫ് ചെയ്ത് എവിടെയെങ്കിലും തട്ടിയാലും ചെറിയൊരു തട്ടിനകത്ത് ഈ പരിപാടിയെല്ലാം തീരും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്.